2026 ജനുവരി 1 ഈ മരത്തിൽ തൊട്ടാൽ മതി. പുതിയ വർഷത്തിൽ പണം ഒഴുകിയെത്തും. ഒരു ബുദ്ധിമുട്ടുകളും ഉണ്ടാകില്ല, പ്രശ്നങ്ങളും ഉണ്ടാകില്ല. ലക്ഷ്മിദേവിയുടെ അനുഗ്രഹം വർഷം മുഴുവൻ നിങ്ങളുടെ മേൽ ഉണ്ടാകും. അതുകൊണ്ട് 2026 പണം മാത്രം. കാരണം കാലം എന്നത് ഒരിക്കലും നിലയ്ക്കാത്ത ഒരു പ്രവാഹം പോലെയാണ്. അങ്ങനെയുള്ള കാലപ്രവാഹത്തിൽ നമ്മൾ മറ്റൊരു പുതിയ നാഴികക്കല്ലിലേക്ക്, അതായത് മറ്റൊരു പുതിയ വർഷത്തിലേക്ക് എത്തുകയാണ്. സാധാരണയായി ജനുവരി 1 എന്നത് ഇംഗ്ലീഷ് പുതുവർഷം ആണെങ്കിലും നമ്മുടെ ജീവിതത്തിലെ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ഒരു പ്രധാന ദിവസമായി ഇതിനെ നമ്മൾ കണക്കാക്കുന്നു. തുടക്കം നന്നായിരുന്നാൽ എല്ലാം നന്നായിരിക്കും എന്ന് നമ്മുടെ പൂർവികർ പറയാറുണ്ട്, അല്ലേ? അതുപോലെ തന്നെ വർഷത്തിലെ ആദ്യ ദിവസം നമ്മൾ എങ്ങനെയായിരിക്കും, എന്തു ചെയ്യും, എങ്ങനെയുള്ള ചിന്തകൾ ഉണ്ടാകും എന്നതിന്റെ സ്വാധീനം വർഷം മുഴുവൻ നമ്മളിൽ തീർച്ചയായും ഉണ്ടാകും. അതുകൊണ്ടാണ് ജനുവരി 1 ഒരിക്കലും നിസ്സാരമായി കാണരുത്. ഈ ദിവസം നമ്മൾ ചെയ്യുന്ന ചെറിയ നല്ല പ്രവൃത്തി ആ വർഷം മുഴുവൻ നമുക്ക് നല്ല ഫലങ്ങൾ നൽകും. രാവിലെ എഴുന്നേറ്റ് ദൈവത്തെ ആരാധിക്കുക, മുതിർന്നവരുടെ അനുഗ്രഹം വാങ്ങുക, പശുക്കൾക്ക് സേവനം ചെയ്യുക തുടങ്ങിയ പുണ്യപ്രവൃത്തികൾ ചെയ്താൽ ആ പുണ്യഫലം നമ്മുടെ കൂടെ ഒരു രക്ഷാകവചം പോലെ ഉണ്ടാകും. അതുമാത്രമല്ല, ഈ ജനുവരി 1 ഓർമ്മിച്ചുകൊണ്ട് ഒരു പ്രത്യേക മരത്തിൽ തൊട്ടാൽ മതി. പുതിയ വർഷത്തിൽ നിങ്ങൾക്ക് തിരിച്ചുവരവില്ലാത്ത രാജയോഗം ഉണ്ടാകും. നിങ്ങളുടെ ജീവിതം മാറിമറിയും. പലതരം ദോഷങ്ങൾ ഇല്ലാതാകും. അഷ്ടദാരിദ്ര്യങ്ങൾ മാറി ഐശ്വര്യങ്ങൾ ഉണ്ടാകും. വരാനിരിക്കുന്ന പുതുവർഷത്തിൽ കോടികളുടെ മഴ പെയ്യുമെന്ന് നമ്മുടെ ശാസ്ത്രങ്ങൾ പറയുന്നുണ്ട്. അതുമാത്രമല്ല, ഇന്ന് ഈ വൃക്ഷത്തെ സ്പർശിക്കുന്നതിലൂടെ കഷ്ടപ്പാടുകളും ഒഴിഞ്ഞുപോകും. ആഗ്രഹിച്ച കാര്യങ്ങൾ സഫലമാകും. വർഷം മുഴുവൻ നല്ലതായിരിക്കും. അപ്പോൾ ജനുവരി 1 ദിവസം ഏത് അത്ഭുത വൃക്ഷത്തെ സ്പർശിച്ചാൽ തലമുറകളോളം നിലനിൽക്കുന്ന സമ്പത്ത് ലഭിക്കുമെന്ന് ഈ വീഡിയോയിൽ നമുക്ക് വിശദമായി അറിയാം. സുഹൃത്തുക്കളെ, അതിനു മുൻപ് ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ചെയ്യുന്ന ഒരു ലൈക്ക് കാരണം ഈ നല്ല വിഷയം 4 പേരിലേക്ക് എത്തും. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യുക. കമന്റ് ബോക്സിൽ നമ്മുടെ ഇഷ്ടദൈവം ശ്രീരാമനെ സ്മരിച്ചുകൊണ്ട് ഭക്തിയോടെ ജയ് ശ്രീരാം എന്ന് എഴുതുക. ആ രാമസ്വാമിയുടെ അനുഗ്രഹം നിങ്ങളുടെ കുടുംബത്തിൽ എപ്പോഴും ഉണ്ടാകും. ജനുവരി 1 അബദ്ധത്തിൽ പോലും ചില കാര്യങ്ങൾ ചെയ്യരുത്. കാരണം നല്ലത് ചെയ്യുന്നത് എത്ര പ്രധാനമാണോ അത്രയും പ്രധാനമാണ് ചീത്ത സംഭവിക്കാതെ നോക്കുന്നതും. പുതുവർഷത്തിന്റെ ആദ്യ ദിവസം നിങ്ങളുടെ വീട്ടിൽ സമാധാനം നിലനിൽക്കണം. പ്രത്യേകിച്ച് ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു കാരണവശാലും വഴക്കുകൾ ഉണ്ടാകരുത്. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് തർക്കിക്കുന്നതും ദേഷ്യപ്പെടുന്നതും ഒരിക്കലും ചെയ്യരുത്. ഭാര്യയും ഭർത്താവും ഒത്തൊരുമയോടെ ഇരുന്നാൽ മാത്രമേ ലക്ഷ്മി ദേവി ആ വീട്ടിൽ സ്ഥിരമായി വസിക്കൂ. ജനുവരി 1 വീട്ടിൽ വഴക്കുണ്ടാക്കിയാൽ വർഷം മുഴുവൻ ആ വഴക്കുകൾ തുടരുമെന്ന് ഒരു ചൊല്ലുണ്ട്. അതുപോലെ ഈ ദിവസം വീട്ടിലെ സ്ത്രീകൾ കണ്ണീർ പൊഴിക്കരുത്. സ്ത്രീ കണ്ണീർ പൊഴിച്ചാൽ ആ വീടിന് സിരി സമ്പത്തുകൾ നഷ്ടപ്പെടുമെന്ന് ശാസ്ത്രം പറയുന്നു. അതുകൊണ്ട് ഈ ദിവസം സ്ത്രീകളെ വിഷമിപ്പിക്കരുത്. അവരും അനാവശ്യ കാര്യങ്ങൾക്ക് വിഷമിക്കരുത്. അതുപോലെ ശാരീരിക ശുചിത്വത്തിന്റെ കാര്യത്തിലും ചില നിയമങ്ങൾ പാലിക്കണം. ജനുവരി 1 തലമുടി വെട്ടുന്നതും മുടി മുറിക്കുന്നതും ഷേവ് ചെയ്യുന്നതും പോലുള്ള കാര്യങ്ങൾ ചെയ്യരുത്. അതുപോലെ നഖങ്ങളും മുറിക്കരുത്. ഇവ ദാരിദ്ര്യത്തിന്റെ സൂചനകളായി പറയപ്പെടുന്നു. സാമ്പത്തിക കാര്യത്തിലേക്ക് വന്നാൽ ഇന്ന് ആർക്കും പണം കടം കൊടുക്കുകയോ ആരിൽ നിന്നും കടം വാങ്ങുകയോ ചെയ്യരുത്. വർഷത്തിലെ ആദ്യ ദിവസം ലക്ഷ്മി ദേവിയെ പുറത്താക്കിയാൽ, അതായത് കടം കൊടുത്താൽ, ആ വർഷം മുഴുവൻ ധനനഷ്ടം സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ ഈ മുൻകരുതലുകൾ തീർച്ചയായും പാലിക്കുക.
ജനുവരി ഒരു വർഷത്തിലെ ആദ്യ ദിവസമായതിനാൽ ഈ ദിവസം നല്ല കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് വർഷം മുഴുവൻ നല്ലത് വരും. അതായത് അനാഥാലയങ്ങൾക്കോ വൃദ്ധസദനങ്ങളിലോ പണമോ ഭക്ഷണമോ ദാനമായി നൽകിയാൽ നിങ്ങൾക്ക് വളരെ നല്ലത് സംഭവിക്കും. ഇതൊന്നും ചെയ്യാൻ കഴിയാത്തവർ ഇന്ന് 100 രൂപ നിങ്ങളുടെ വീടിനടുത്തുള്ള പാവപ്പെട്ടവർക്ക് നൽകുക. പാവപ്പെട്ട കുട്ടികൾക്ക് പുതിയ വസ്ത്രങ്ങൾ വാങ്ങി നൽകുക. അല്ലെങ്കിൽ ഒരു ചാക്ക് അരി വാങ്ങി പാവപ്പെട്ടവർക്ക് നൽകുക. ഫസ്റ്റ് ദിവസം ഇങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലും സഹായം ചെയ്താൽ നിങ്ങൾ പൂജകളൊന്നും ചെയ്യാതെ തന്നെ പുണ്യം ലഭിക്കും. പുതിയ വർഷത്തിൽ നിങ്ങൾക്ക് എല്ലാം നല്ലതായിരിക്കും. നല്ലത് വരും. അതിനാൽ ജനുവരി 1 എല്ലാവരും നല്ല കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഇത് നമ്മുടെ തെലുങ്ക് വർഷാരംഭം അല്ലെങ്കിൽ ഇംഗ്ലീഷ് വർഷാരംഭം അല്ലെങ്കിൽ പോലും നല്ല കാര്യങ്ങൾ ചെയ്താൽ ഈ വർഷം മുഴുവൻ നിങ്ങൾക്ക് നല്ലതായിരിക്കും. ജനുവരി 1 വന്നു. ഈ വർഷം അപ്പോഴേക്കും കഴിഞ്ഞുപോയി. സന്തോഷമുള്ളവർക്ക് സന്തോഷത്തോടെ കഴിഞ്ഞു. ദുഃഖിതരായവർക്ക് ദുഃഖത്തോടെ കഴിഞ്ഞുപോയി. ഓരോ വർഷവും ചിലർക്ക് ദുഃഖങ്ങളും മറ്റുള്ളവർക്ക് സന്തോഷങ്ങളും കൊണ്ടുവരുന്നു. കാരണം ഗ്രഹസ്ഥിതി കാരണം സന്തോഷമുള്ളവരും ദുരിതമനുഭവിച്ചവരും ഉണ്ട്. വർഷം എന്ന് പറയുമ്പോൾ എല്ലാവരിലും പുതിയ ഉന്മേഷം വരും. പുതിയ വർഷത്തിൽ തങ്ങളുടെ ജീവിതവും പുതിയതും കൂടുതൽ സന്തോഷകരവുമാകണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നു. ഈ ജനുവരി 1 അടുത്തുള്ള അമ്മൻ ക്ഷേത്രങ്ങളിലോ ശിവക്ഷേത്രങ്ങളിലോ പോകുന്നത് വളരെ നല്ലതാണ്. വർഷം മുഴുവൻ പോസിറ്റീവായിരിക്കും. ഇന്ന് ശിവക്ഷേത്രത്തിൽ പോയി ശിവൻ പാലുകൊണ്ട് അഭിഷേകം ചെയ്താൽ വർഷം മുഴുവൻ അഷ്ടലക്ഷ്മികളുടെ അനുഗ്രഹം ലഭിക്കുകയും ഐശ്വര്യയോഗം ഉണ്ടാകുകയും ചെയ്യും. ധനം നന്നായി സമ്പാദിക്കും. ശിവക്ഷേത്രം അടുത്തില്ലെങ്കിൽ ലക്ഷ്മിദേവി ക്ഷേത്രത്തിലോ അമ്മൻ ക്ഷേത്രത്തിലോ പോകാം. അല്ലെങ്കിൽ വിഷ്ണു ക്ഷേത്രങ്ങളിലും പോകാം. അതായത് വിഷ്ണു, രാമൻ, കൃഷ്ണൻ, വെങ്കടേശ്വര സ്വാമി, നരസിംഹസ്വാമി ഇങ്ങനെ വിഷ്ണുവുമായി ബന്ധപ്പെട്ട ക്ഷേത്രത്തിൽ പോയി തുളസിദളങ്ങൾ കൊണ്ട് പൂജ ചെയ്യിക്കുക. നിങ്ങൾ ഏത് ക്ഷേത്രത്തിൽ പോയാലും അവിടെ കുറച്ചുനേരം ശാന്തമായി ഇരുന്ന ശേഷം വീട്ടിലേക്ക് വരിക. ഇന്ന് ക്ഷേത്രത്തിൽ കുടുംബത്തോടൊപ്പം പോകുന്നത് വളരെ നല്ലതാണ്. ജനുവരി 1 ഇങ്ങനെ ചെയ്താൽ വളരെ നല്ലത് സംഭവിക്കും. ഒരുപക്ഷേ ക്ഷേത്രത്തിൽ പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ കുറഞ്ഞത് വീട്ടിലെങ്കിലും പൂജ ചെയ്ത് പ്രാർത്ഥിക്കുക. കുടുംബം മുഴുവൻ ഒന്നിച്ച് പൂജ ചെയ്യുക. ഇങ്ങനെ ജനുവരി 1 കുടുംബം മുഴുവൻ ഒരുമിച്ച് അമ്പലത്തിൽ പോവുകയോ അല്ലെങ്കിൽ വീട്ടിലിരുന്ന് പൂജകൾ ചെയ്യുകയോ ചെയ്താൽ വർഷം മുഴുവൻ വഴക്കുകൾ ഉണ്ടാകില്ല. സൗഹൃദത്തോടെ ഒരുമിച്ച് ജീവിക്കും. ജനുവരി 1 പശുവിന് പ്രത്യേക ഭക്ഷണം നൽകിയാൽ പ്രത്യേക ഫലങ്ങൾ ലഭിക്കുമെന്ന് മുതിർന്നവർ പറയുന്നു. പശു പവിത്രതയുടെയും ശുഭത്തിന്റെയും പ്രതീകമാണ്. പശുവിന്റെ പാൽ, മൂത്രം, ചാണകം എന്നിവ വളരെ പവിത്രമാണ്. പശുവിനെ ദർശിച്ച ശേഷം ദിവസത്തിലെ ജോലികൾ ആരംഭിക്കുന്നത് വളരെ ശുഭകരമായി കണക്കാക്കപ്പെടുന്നു. പുരാതന പവിത്രമായ ഇന്ത്യൻ സംസ്കാരത്തിന്റെ സമ്പത്തിന്റെ പ്രതീകമാണ് ഗോമാതാവ്. ഇന്ത്യക്കാർക്ക് അനാദികാലം മുതൽ ആരാധനാമൂർത്തിയാണ്. മനുഷ്യരാശിക്ക് പശുവിനേക്കാൾ ഉപകാരം ചെയ്യുന്ന മറ്റൊരു മൃഗമില്ല. ഗോമാതാവിനെ ദൈവത്തിന്റെ രൂപമായി എല്ലാവരും കണക്കാക്കുന്നു. ഹിന്ദു പാരമ്പര്യത്തിൽ പശുവിനെ ദൈവമായി ആരാധിക്കുന്നു. ജനുവരി 1 അരിപ്പൊടിയിൽ ശർക്കരയും കുറച്ച് വെള്ളവും ചേർത്ത് പശുവിന് ഭക്ഷണമായി നൽകുന്നത് മാനസിക സമാധാനം നൽകും. അതുപോലെ ജനുവരി 1 കുതിർത്ത തുവരപ്പരിപ്പ് പശുവിന് ഭക്ഷണമായി നൽകുന്നത് നമ്മളിലുള്ള ദേഷ്യം കുറയ്ക്കും. ഈ ദിവസം കുതിർത്ത കുസുമ വിത്തുകൾ പശുവിന് ഭക്ഷണമായി നൽകുന്നത് നമ്മൾ ചെയ്ത പാപങ്ങൾ അകറ്റും. കുതിർത്ത കടല ഈ ദിവസം പശുവിന് ഭക്ഷണമായി നൽകുന്നത് നമ്മളിൽ ആത്മീയ ചിന്ത വളർത്തും. റാഗിപ്പൊടിയും ശർക്കരയും ചേർത്ത് പശുവിന് നൽകിയാൽ നമുക്കുള്ള ദാരിദ്ര്യങ്ങൾ ഇല്ലാതാകും. കുതിർത്ത
പെയർ പശുവിന് ആഹാരമായി നൽകുന്നത് വിദ്യാഭ്യാസപരമായ പുരോഗതിക്ക് കാരണമാകും. ഇന്ന് വേവിച്ച ഉരുളക്കിഴങ്ങ് പശുവിന് ആഹാരമായി നൽകുന്നത് നരദോഷം ഇല്ലാതാക്കും. അതുപോലെ ഇന്ന് പശുവിൻ കാരറ്റ് ആഹാരമായി നൽകുന്നത് ബിസിനസ് പുരോഗതിക്ക് കാരണമാകും. ബീറ്റ്റൂട്ടും ചീരയും ചേർത്ത് പശുവിന് ആഹാരമായി നൽകുന്നത് ഐശ്വര്യം നൽകും. ജനുവരി 1 പശുവിൻ വെള്ളരി ആഹാരമായി നൽകുന്നത് ശത്രുക്കളെ മിത്രങ്ങളാക്കും. തക്കാളി ആഹാരമായി നൽകുന്നത് വിവാഹപ്രാപ്തിക്ക് കാരണമാകും. ഇന്ന് പശുവിന് വഴുതനങ്ങ ആഹാരമായി നൽകുന്നത് സന്താനപ്രാപ്തിക്ക് കാരണമാകും. ജനുവരി 1 പശുവിന് കുതിർത്ത തൊലിയോടുകൂടിയ പെയർ നൽകുന്നത് ബുദ്ധിശക്തി വർദ്ധിപ്പിക്കും. ഇങ്ങനെ ജനുവരി 1 ഈ സാധനങ്ങൾ ഭക്തിയോടെ പശുക്കൾക്ക് നൽകുകയാണെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ എളുപ്പത്തിൽ മാറും. തലമുറകളോളം നിലനിൽക്കുന്ന ഐശ്വര്യം ലഭിക്കും. ധനലാഭവും ഉണ്ടാകും. ഈ ജനുവരി 1 സ്ത്രീകൾ രാവിലെ എഴുന്നേറ്റ് നന്നായി കുളിച്ച് തുളസി ചെടിക്ക് 2 തുള്ളി പാൽ ഒഴിച്ച് അതിനുശേഷം ചെമ്പ് പാത്രത്തിൽ വെള്ളം ഒഴിച്ച് ഒരു നമസ്കാരം ചെയ്യണം. തുളസി പൂജ ചെയ്യണം. ജനുവരി 1 തുളസി ചെടിക്ക് വെള്ളം ഒഴിച്ചാൽ എല്ലാ പാപങ്ങളും നീങ്ങി ഈ പുതുവർഷം നിങ്ങൾക്ക് അനുകൂലമാകുമെന്നാണ് വിശ്വാസം. അതിനാൽ സ്ത്രീകൾ നിർബന്ധമായും ജനുവരി 1 തുളസി ചെടിയുടെ ചുവട്ടിൽ 2 തുള്ളി പാൽ ഒഴിച്ച് അതിനുശേഷം വെള്ളം ഒഴിക്കുക. ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ വർഷം മുഴുവൻ നല്ലതായിരിക്കും. അതുപോലെ ഈ ജനുവരി 1 തീർച്ചയായും വീടിന്റെ മുന്നിൽ കോലം വരയ്ക്കണം. ഈ വിഷയത്തെക്കുറിച്ച് മിക്കവാറും എല്ലാവർക്കും അറിയാം. ജനുവരി 1 വരുമ്പോൾ എല്ലാവരുടെയും വീടിന് മുന്നിൽ രംഗോലികൾ കാണാം. തെരുവുകളിൽ ഓരോ വീടിന് മുന്നിലും രംഗോലി ഉണ്ടാകും. ഇന്ന് പ്രത്യേകമായി രംഗോലികളിൽ നിറങ്ങൾ നൽകി പൂക്കൾ കൊണ്ട് അലങ്കരിച്ച് ഗൊബ്ബെമ്മകൾ സ്ഥാപിക്കുന്നു. ജനുവരി 1 രംഗോലികൾ ഇടുന്നത് തെലുങ്ക് നാട്ടിൽ ഒരു പാരമ്പര്യമാണെന്ന് പറയാം. ഇങ്ങനെ രംഗോലികൾ ഇടുന്നതിലൂടെ ലക്ഷ്മിദേവി വീട്ടിലേക്ക് വരുമെന്ന് പണ്ഡിതന്മാർ പറയുന്നു. അതിനാൽ ജനുവരി 1 എല്ലാവരും വീടിന് മുന്നിൽ രംഗോലികൾ ഇടുക. തുളസിക്കോട്ടയുടെ അടുത്ത് ഒരു ചെറിയ പത്മ രംഗോലി ഇടുന്നത് വളരെ നല്ലതാണ്. ഇന്ന് സ്ത്രീകൾ വീടിന് മുന്നിൽ തുളസിക്കോട്ടയുടെ അടുത്ത് രംഗോലികൾ ഇട്ടാൽ വർഷം മുഴുവൻ നിങ്ങളുടെ മേൽ ലക്ഷ്മി കടാക്ഷം ഉണ്ടാകുമെന്ന് മുതിർന്നവർ പറയുന്നു. ജനുവരി 1 അബദ്ധത്തിൽ പോലും മദ്യത്തിന്റെ അടുത്തേക്ക് പോകരുത്. വഴക്കുകൾ ഉണ്ടാക്കരുത്. എന്നാൽ മിക്കവാറും എല്ലാവരും ഈ തെറ്റ് ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് പുരുഷന്മാർ ജനുവരി 1 മദ്യം കുടിക്കാതെ ഇരിക്കുക. വീട്ടിലും പുറത്തും ആരുമായും വഴക്കുകൾ ഉണ്ടാക്കാതെ വാദങ്ങളിൽ ഏർപ്പെടാതെ ശാന്തമായി ഇരിക്കുക. അങ്ങനെയല്ലെങ്കിൽ ജനുവരി 1 മദ്യം കുടിക്കുകയോ വഴക്കുകൾ ഉണ്ടാക്കുകയോ ചെയ്താൽ നിങ്ങൾക്ക് ഈ പുതിയ വർഷം ഒട്ടും നല്ലതായിരിക്കില്ല. അനേകം കഷ്ടപ്പാടുകൾ നേരിടേണ്ടി വരും. വർഷം മുഴുവൻ അനേകം പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. ദയവായി പുരുഷന്മാർ ഈ ഒരു ദിവസം മദ്യത്തിൽ നിന്നും വഴക്കുകളിൽ നിന്നും അകന്നു നിൽക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ജനുവരി 1 ഡിസംബർ 31 ബിരിയാണികൾ കഴിക്കുക. നോൺ വെജ് കഴിക്കുക തെറ്റില്ല. എന്നാൽ ആൽക്കഹോൾ മാത്രം കുടിക്കരുത്. കുടിക്കുന്നത് വഴി നിങ്ങൾക്ക് വരാനിരിക്കുന്ന പുതിയ വർഷം ഒട്ടും നല്ലതായിരിക്കില്ല. സർവനാശം ആയിപ്പോകും. ശ്രദ്ധിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ ജനുവരി 1 ഒരു കാരണവശാലും ചൂൽ വാങ്ങി വീട്ടിൽ കൊണ്ടുവരരുത്. കാരണം ജനുവരി 1 ചൂൽ വാങ്ങി വീട്ടിൽ കൊണ്ടുവന്നാൽ ധനമെല്ലാം നഷ്ടപ്പെടും. പുതുവർഷത്തിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇല്ലാത്ത കഷ്ടപ്പാടുകൾ വരുമെന്ന് ശാസ്ത്രങ്ങൾ പറയുന്നു. അതുകൊണ്ട് ജനുവരി 1 ചൂൽ വാങ്ങി വീട്ടിൽ കൊണ്ടുവരരുത്. അതുപോലെ ജനുവരി 1 തലയിൽ എണ്ണ തേക്കരുത്. ദാരിദ്ര്യം ഉണ്ടാകും. നിങ്ങൾക്ക് വേണമെങ്കിൽ തലേദിവസമോ അല്ലെങ്കിൽ അടുത്ത ദിവസമോ തലയിൽ എണ്ണ തേക്കാം. പക്ഷേ ജനുവരി 1 മാത്രം തലയിൽ എണ്ണ തേക്കരുത്. തേച്ചാൽ ദാരിദ്ര്യം ഉണ്ടാകും.
ഇങ്ങനെ ജനുവരി 1 ഈ കാര്യങ്ങൾ ചെയ്യാതെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നല്ലതാണ്. ചീത്ത സംഭവിക്കാതെയിരിക്കും. അതുകൊണ്ട് ആരും ജനുവരി 1 ഈ കാര്യങ്ങൾ ചെയ്യരുത്. ജനുവരി ഒരു പുതുവർഷം ആരംഭിക്കുന്ന ദിവസം നല്ല കാര്യങ്ങൾ ചെയ്താൽ നല്ലത് സംഭവിക്കുമെന്നും ചീത്ത കാര്യങ്ങൾ ചെയ്താൽ ചീത്ത സംഭവിക്കുമെന്നും എല്ലാവരും വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് എല്ലാവരും ജനുവരി 1 കഴിയുന്നത്രയും നല്ല കാര്യങ്ങൾ ചെയ്യുന്നത്. എന്നാൽ വർഷം മുഴുവൻ നല്ലതാകണമെങ്കിൽ ജനുവരി 1 2 സാധനങ്ങൾ വാങ്ങി വീട്ടിൽ കൊണ്ടുവരണമെന്ന് മുതിർന്നവർ പറയുന്നു. ആ സാധനങ്ങളിൽ ആദ്യത്തേത് മധുരപലഹാരങ്ങളാണ്. അതെ, ജനുവരി 1 ആരെല്ലാം 100 അല്ലെങ്കിൽ 200 രൂപ ചെലവഴിച്ച് മധുരപലഹാരങ്ങൾ, അതായത് സ്വീറ്റ്സ് വാങ്ങി വീട്ടിൽ കൊണ്ടുവരുന്നുവോ അവർക്ക് വർഷം മുഴുവൻ നല്ലതായിരിക്കും. വർഷം മുഴുവൻ മധുരമായിരിക്കും. കഷ്ടപ്പാടുകൾ ഉണ്ടാകില്ല. മധുരമുള്ള ശുഭവർത്തമാനങ്ങൾ കേൾക്കുമെന്ന് ശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നു. ജനുവരി 1 നന്നായി മധുരപലഹാരങ്ങൾ വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന് ആദ്യം വീട്ടിലുള്ളവർ ആ മധുരപലഹാരങ്ങൾ കഴിച്ചു വായി മധുരമാക്കണം. അതിനുശേഷം ബാക്കിയുള്ള മധുരപലഹാരങ്ങൾ നിങ്ങളുടെ വീടിനടുത്തുള്ള ചെറിയ കുട്ടികൾക്ക് വിതരണം ചെയ്യുക. മധുരപലഹാരങ്ങൾ വാങ്ങാൻ കഴിഞ്ഞില്ലെങ്കിൽ കുറഞ്ഞത് വീട്ടിൽ ഏതെങ്കിലും ഒരു മധുര പദാർത്ഥം ഉണ്ടാക്കി ആ പദാർത്ഥം വീടിനടുത്തുള്ള ചെറിയ കുട്ടികൾക്ക് വിതരണം ചെയ്യുക. ജനുവരി 1 ഇങ്ങനെ മധുരപലഹാരങ്ങൾ വാങ്ങിക്കൊണ്ടുവന്ന് കുട്ടികൾക്ക് നൽകിയാൽ വർഷം മുഴുവൻ പണത്തിന് കുറവുണ്ടാകില്ല. ഇരുന്ന് കഴിച്ചാലും തീരാത്ത ഐശ്വര്യം വരും. വർഷം മുഴുവൻ നിങ്ങളുടെ ജീവിതം മധുരമുള്ളതായിരിക്കും. ഇനി രണ്ടാമത്തെ വസ്തു ഉപ്പാണ്. ജനുവരി 1 20 രൂപ കൊടുത്ത് കല്ലുപ്പ് പാക്കറ്റ് വാങ്ങിക്കൊണ്ടുവന്നാൽ ലക്ഷ്മി ദേവിയുടെ കൃപ വർഷം മുഴുവൻ നിങ്ങളുടെ വീട്ടിലുണ്ടാകും. കാരണം ഉപ്പ് എന്നാൽ ലക്ഷ്മി ദേവിക്ക് വളരെ ഇഷ്ടമാണ്. ലക്ഷ്മി ദേവിയും ഉപ്പും സമുദ്രത്തിൽ നിന്നാണ് ജനിച്ചത്. അതുകൊണ്ട് അവരെ സഹോദരങ്ങളായി കണക്കാക്കുന്നു. ജനുവരി 1 ഒരു കല്ലുപ്പ് പാക്കറ്റ് വാങ്ങിക്കൊണ്ടുവന്ന് അടുക്കളയിൽ വെച്ച് ആ ഉപ്പ് പാചകത്തിൽ ഉപയോഗിച്ചാൽ നല്ല ആരോഗ്യവും ഐശ്വര്യവും ലഭിക്കും. അതുമാത്രമല്ല, ജനുവരി 1 ഉപ്പ് പാക്കറ്റ് വാങ്ങി വീട്ടിൽ കൊണ്ടുവരുന്നത് വഴി ലക്ഷ്മി കടാക്ഷത്താൽ വർഷം മുഴുവൻ നിങ്ങൾക്ക് പണത്തിന് കുറവുണ്ടാകില്ല. അതുകൊണ്ട് ജനുവരി 1 എല്ലാവരും ഈ 2 വസ്തുക്കളും വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന് ശുഭഫലങ്ങൾ നേടുക. ജീവിതത്തിൽ പണം മാത്രം പ്രധാനമല്ലെന്ന് പലരും പറയാറുണ്ട്. എന്നാൽ എല്ലാറ്റിനേക്കാളും പ്രധാനപ്പെട്ടവയിൽ പണവും ഒന്നാണെന്ന് പറയുന്നതിൽ അതിശയോക്തിയില്ല. സമീപകാലത്ത് എന്താണ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പണമാണ് പ്രധാനമായി മാറിയിരിക്കുന്നത്. കാരണം മനുഷ്യരുടെ ജീവിതത്തിൽ മിക്കവാറും അവർക്ക് വരുന്ന ബുദ്ധിമുട്ടുകളും ചിന്തകളും പണവുമായി ബന്ധപ്പെട്ടതാണ്. പണം എന്നാൽ ലക്ഷ്മി നമ്മുടെ അടുത്തില്ലെങ്കിൽ ചിലപ്പോൾ സ്വന്തക്കാർ പോലും നമ്മളിൽ നിന്ന് അകന്നു പോകും. ഇങ്ങനെയുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ വരാതിരിക്കാനും പുതിയ വർഷത്തിൽ ധനം നന്നായി ലഭിക്കാനും ലക്ഷ്മിയുടെ അനുഗ്രഹം ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് പുതിയ വർഷത്തിൽ ലക്ഷ്മിയുടെ അനുഗ്രഹം ലഭിക്കണമെങ്കിൽ നിർബന്ധമായും ജനുവരി 1 പ്രത്യേക നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കണമെന്ന് ജ്യോതിഷ പണ്ഡിതർ പറയുന്നു. കാരണം ജനുവരി 1 നല്ല രീതിയിൽ സന്തോഷത്തോടെ ആഘോഷിച്ചാൽ വർഷം മുഴുവൻ നല്ല രീതിയിൽ സന്തോഷത്തോടെ കടന്നുപോകുമെന്ന് എല്ലാവരും വിശ്വസിക്കുന്നു. പ്രത്യേകിച്ച് ഈ വർഷം ജനുവരി 1 തീയതി സ്ത്രീകൾ മഞ്ഞ നിറത്തിലോ അല്ലെങ്കിൽ പിങ്ക് നിറത്തിലോ ഉള്ള സാരിയോ വസ്ത്രങ്ങളോ ധരിച്ചാൽ വർഷം മുഴുവൻ നന്നായിരിക്കുമെന്ന് ശാസ്ത്രങ്ങൾ പറയുന്നു. വിവാഹിതരായ സ്ത്രീകൾ ജനുവരി 1 ഈ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ നിങ്ങളുടെ ഭർത്താവിന് അകാല മൃത്യു ദോഷങ്ങൾ വരില്ല. നിങ്ങളുടെ ഭർത്താവിന് നല്ലത് സംഭവിക്കും. നിങ്ങളുടെ ഭർത്താവ് തൊടുന്നതെല്ലാം സ്വർണം പോലെ മാറും. അതുകൊണ്ട് ഈ ദിവസം സ്ത്രീകൾ നിർബന്ധമായും ഈ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. ജനുവരി 1 പുതിയതായി വാങ്ങിയ വസ്ത്രങ്ങൾ ധരിക്കുന്നത് വളരെ നല്ലതാണ്. പുതിയ വസ്ത്രങ്ങൾ ഇല്ലെങ്കിൽ കഴുകിയ നല്ല വസ്ത്രങ്ങൾ ധരിച്ചാലും മതിയാകും. എന്നാൽ ഈ ദിവസം അബദ്ധത്തിൽ പോലും കഴുകാത്ത വസ്ത്രങ്ങൾ ധരിക്കരുത്. ഈ ദിവസം കഴുകാത്ത വസ്ത്രങ്ങൾ ധരിച്ചാൽ
വർഷം മുഴുവൻ ദാരിദ്ര്യം അനുഭവിക്കും. അതുകൊണ്ട് ഈ ദിവസം ശുദ്ധമായ വസ്ത്രങ്ങൾ ധരിക്കുക. അതും മഞ്ഞ നിറത്തിലോ അല്ലെങ്കിൽ പിങ്ക് നിറത്തിലോ അല്ലെങ്കിൽ ഈ രണ്ട് നിറങ്ങളുടെ കോമ്പിനേഷനിലോ ഉള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ വർഷം മുഴുവൻ നന്നായിരിക്കും. പ്രധാനമായും സ്ത്രീകൾ ജനുവരി 1 ഈ നിറത്തിലുള്ള സാരികൾ ധരിച്ചാൽ ദീർഘസുമംഗലി യോഗം ലഭിക്കും. ഭർത്താവിന് അത്ഭുതകരമായ രാജയോഗം ലഭിക്കും. പുതിയ വർഷത്തിൽ ഭർത്താവിന്റെ വരുമാനം ക്രമാതീതമായി വർദ്ധിക്കും. ഭർത്താവിന് അപാരമായ ഐശ്വര്യയോഗവും ധനയോഗവും ലഭിക്കും. സാരികൾ മാത്രമല്ല, ഡ്രസ്സുകൾ ധരിക്കുന്നവരും ജനുവരി 1 ഈ നിറത്തിലുള്ള ഡ്രസ്സുകൾ ധരിച്ചാൽ വർഷം മുഴുവൻ നല്ലതായിരിക്കും. അതുകൊണ്ട് എല്ലാ സ്ത്രീകളും ജനുവരി 1 മഞ്ഞയോ പിങ്ക് നിറമോ അല്ലെങ്കിൽ ഈ രണ്ട് നിറങ്ങളുടെ കോമ്പിനേഷനിലുള്ള വസ്ത്രങ്ങളോ ധരിക്കുക. സ്ത്രീകൾ മാത്രമല്ല, പുരുഷന്മാരും കുട്ടികളും മുതിർന്നവരും എല്ലാവരും ഈ ദിവസം ഈ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ ഈ പുതുവർഷം നല്ലതായിരിക്കും. ഈ വർഷം ഒരു ബുദ്ധിമുട്ടുകളും നഷ്ടങ്ങളും പ്രശ്നങ്ങളും ഇല്ലാതെ സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കും. എന്നാൽ ഒരു കാര്യം ഓർമ്മിക്കുക, ഒരു കാരണവശാലും ജനുവരി 1 കറുപ്പ്, നീല, വയലറ്റ് നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ധരിക്കരുത്. അഥവാ ജനുവരി 1 ഈ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ വർഷം മുഴുവൻ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. പുതുവർഷം ഒട്ടും നല്ലതായിരിക്കില്ല. അതുകൊണ്ട് ആരും ജനുവരി 1 ഈ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കരുത്. ബുദ്ധിമുട്ടുകൾ വരുത്തിവെക്കരുത്. ഇനി ഈ ദിവസം സ്ത്രീകൾ ഏത് നിറത്തിലുള്ള വളകൾ ധരിക്കണം എന്നതിലേക്ക് വന്നാൽ ചുവപ്പ്, പിങ്ക്, മഞ്ഞ ഈ 3 നിറങ്ങളിൽ ഏത് നിറത്തിലുള്ള വളകളും ധരിക്കാവുന്നതാണ്. ജനുവരി 1 ഈ നിറത്തിലുള്ള വളകൾ ധരിച്ചാൽ വർഷം മുഴുവൻ നിങ്ങൾക്ക് നല്ലതായിരിക്കും. ഒരു ബുദ്ധിമുട്ടുകളും ഉണ്ടാകില്ല. ഒരുപക്ഷേ ബുദ്ധിമുട്ടുകൾ വന്നാൽ ആ ബുദ്ധിമുട്ടുകളെ നേരിടാനുള്ള ശക്തി ദൈവം നൽകും. അതുകൊണ്ട് സ്ത്രീകൾ ഈ ജനുവരി 1 ഈ നിറത്തിലുള്ള വളകൾ ധരിക്കരുത്. മഞ്ഞയോ പിങ്കോ ഈ രണ്ട് നിറങ്ങളിലുള്ള വസ്ത്രങ്ങളോ അല്ലെങ്കിൽ ഈ രണ്ട് നിറങ്ങളുടെ കോമ്പിനേഷനിലുള്ള വസ്ത്രങ്ങളോ ധരിക്കുക. ഈ ദിവസം നിങ്ങൾ ധരിക്കുന്ന വസ്ത്രങ്ങളിൽ കറുപ്പ്, നീല, വയലറ്റ് നിറങ്ങൾ കുറവായിരിക്കാൻ ശ്രദ്ധിക്കുക. കഴിയുമെങ്കിൽ തീരെ ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കുക. ജനുവരി 1 അതായത് വർഷം ആരംഭിക്കുന്ന ദിവസം കഴിയുന്നത്ര എല്ലാവരും പുതിയ വസ്ത്രങ്ങളോ അല്ലെങ്കിൽ നല്ല വസ്ത്രങ്ങളോ ധരിക്കാൻ ശ്രമിക്കുക. അതുകൊണ്ട് സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും ഓർമ്മിക്കുക, ജനുവരി 1 ഈ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ച് ശുഭഫലങ്ങൾ നേടുക. ഇനി 2026 വർഷം മുഴുവൻ നിങ്ങൾക്ക് അതുല്യമായ യോഗം ലഭിക്കണമെങ്കിൽ, നിങ്ങളുടെ വീട്ടിൽ ധനവർഷം ഉണ്ടാകണമെങ്കിൽ ജനുവരി 1 ഒരു മരത്തിൽ തൊടണം എന്ന് ശാസ്ത്രങ്ങൾ പറയുന്നു. കാരണം നമ്മുടെ പ്രകൃതിയിൽ ഒരുപാട് രഹസ്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. ഹിന്ദുക്കൾ എല്ലാ ജീവികളിലും ദൈവത്തെ കണ്ടു. അതുകൊണ്ടാണ് പശുക്കൾ പോലുള്ള പൂജനീയ മൃഗങ്ങളായത്. അതുപോലെ ചില പർവ്വതങ്ങൾ പുണ്യസ്ഥലങ്ങളായി, ചില നദികൾ പുണ്യനദികളായി. അവയ്ക്ക് ആ പരിശുദ്ധി എങ്ങനെ ലഭിച്ചു എന്ന് വിശദീകരിക്കുന്ന കഥകളും പുരാണങ്ങളിലുണ്ട്. അതുപോലെ മരങ്ങളിലും ദൈവത്തെ കണ്ടു. ചില മരങ്ങളിൽ ദേവതാ വൃക്ഷങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ മരങ്ങൾ ഭൂമിയിൽ സൗരോർജം ആഗിരണം ചെയ്യുന്ന കേന്ദ്രങ്ങളിൽ ഒന്നാണ്. അവ നമുക്ക് കായ്കളും പഴങ്ങളും പൂക്കളും ഔഷധങ്ങളും നൽകുന്നതിനോടൊപ്പം വിറകും മറ്റും നൽകി മനുഷ്യന്റെ നിലനിൽപ്പിന് വളരെയധികം സഹായിക്കുന്നു. എന്നാൽ മരങ്ങൾക്ക് മനുഷ്യരെ പോലെ സന്തോഷവും ദുഃഖവും ഉണ്ടാകുമെന്ന് മനു പറഞ്ഞിട്ടുണ്ട്. അത് ആധുനിക ശാസ്ത്ര രീതിയും തെളിയിച്ചിട്ടുണ്ട്. ഭാരതീയ ഋഷിമാരും ചില വൃക്ഷങ്ങളെ പവിത്രമായി കണക്കാക്കിയിരുന്നു. ആര്യന്മാർ മരങ്ങളോടൊപ്പം പ്രകൃതി ശക്തികളെയും പൂജിച്ചിരുന്നു. ദേവത വൃക്ഷങ്ങളായി കണക്കാക്കുന്ന ചിലതിന് അത്ഭുതകരമായ ഔഷധ ശക്തികളുണ്ടെന്നത് ഒരു പ്രത്യേകതയാണ്. അങ്ങനെ വർഷങ്ങളായി മാറാത്ത ദുർവാശിയുള്ള രോഗങ്ങളും ഔഷധങ്ങൾക്ക് മാറും. എന്നാൽ ചില ചെടികൾ
നട്ടാൽ ദൗർഭാഗ്യവും ദാരിദ്ര്യവും മാറുമെന്ന് നമ്മുടെ ശാസ്ത്രങ്ങൾ പറയുന്നു. മാത്രമല്ല, ചിലതരം ചെടികളുടെ അടുത്തേക്ക് പോയി നിന്നാൽ മതി, മനഃശാന്തി ലഭിക്കും. മറ്റെന്തെങ്കിലും തരം ചെടികളുടെ അടുത്തേക്ക് പോയി ശ്വാസം വലിച്ചാൽ ആരോഗ്യം മെച്ചപ്പെടുമെന്ന് ആയുർവേദ ഗ്രന്ഥങ്ങൾ പറയുന്നു. അതുകൊണ്ട് ചെടികൾ വളരെ വിശേഷപ്പെട്ടതാണ്. ഓരോ ചെടിയും മഹത്തരമാണ്. ഓരോന്നിനും അതിൻ്റേതായ പ്രത്യേകതയുണ്ട്. ഈ ഭൂമിയിൽ ഉപയോഗശൂന്യമായ ചെടി എന്നൊന്നില്ല. നമ്മൾ കളച്ചെടികളായി കാണുന്ന ചെടികളിൽ നിന്ന് ആയുർവേദത്തിൽ പലതരം മരുന്നുകൾ ഉണ്ടാക്കുന്നു. ഓരോതരം ചെടിക്കും ഓരോതരം സവിശേഷതയുണ്ട്. അതുകൊണ്ടാണ് മരങ്ങളുടെ മഹത്വം തിരിച്ചറിഞ്ഞ നമ്മുടെ ഋഷിമാർ മരങ്ങളെ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാക്കിയത്. മരങ്ങളെ പൂജിക്കാൻ പറഞ്ഞു. ഈ ജനുവരി 1-ാം തീയതി നിങ്ങൾ ഒരു പ്രത്യേക മരത്തിൽ തൊടുന്നത് നിങ്ങളുടെ തലവര മാറ്റുമെന്ന് ശാസ്ത്രങ്ങൾ പറയുന്നു. ആ മരം മറ്റൊന്നുമല്ല, നമുക്കെല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടതും വളരെ പവിത്രവുമായ മാവ്. അതെ, നിങ്ങൾ കേട്ടത് അക്ഷരാർത്ഥത്തിൽ സത്യമാണ്. മാവ് എന്നാൽ കായ്കളും പഴങ്ങളും നൽകുന്ന മരം മാത്രമല്ല, അത് സാക്ഷാൽ ഒരു ദേവതാ വൃക്ഷമാണ്. കലിയുഗത്തിൽ നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ അവതരിച്ച കൽപ്പവൃക്ഷമാണ് മാവ്. മാമ്പഴത്തിന് ഹിന്ദുമതത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ വീട്ടിൽ ഒരു ചെറിയ പൂജയോ വിവാഹമോ ഗൃഹപ്രവേശനമോ നടക്കുമ്പോൾ വാതിലിൽ മാമ്പഴ തോരണം കെട്ടാതെ ആ ചടങ്ങ് ആരംഭിക്കില്ല. കലശത്തിൽ മാമ്പഴ ഇലകൾ വെക്കാതെ ദൈവം ആവാഹിക്കപ്പെടില്ല. കാരണം മാമ്പഴത്തിന് അതീന്ദ്രിയ ശക്തികളും ദിവ്യശക്തികളും ഉണ്ട്. ഇത് നെഗറ്റീവ് ഊർജ്ജത്തെയും പ്രതികൂല ശക്തിയെയും അകറ്റി പോസിറ്റീവ് ഊർജ്ജത്തെയും അനുകൂല ശക്തിയെയും ആകർഷിക്കുന്നു. നമ്മുടെ പുരാണങ്ങൾ അനുസരിച്ച് അഷ്ടൈശ്വര്യങ്ങൾ നൽകുന്ന ലക്ഷ്മിദേവിക്ക് മാമ്പഴം വളരെ പ്രിയപ്പെട്ടതാണ്. മാമ്പഴം പച്ചയായി തഴച്ചു വളരുന്നിടത്ത് ലക്ഷ്മിദേവി സ്ഥിരമായി വസിക്കുമെന്ന് മുതിർന്നവർ പറയാറുണ്ട്. അങ്ങനെയുള്ള മഹത്വമുള്ള മാമ്പഴത്തെ വർഷത്തിലെ ആദ്യ ദിവസം സ്പർശിക്കുന്നതിലൂടെ നിങ്ങളുടെ ജാതകത്തിലെ ദാരിദ്ര്യം മുഴുവൻ ഒഴിഞ്ഞുപോകും. പുതുവർഷത്തിൽ നിങ്ങൾക്ക് പണത്തിന് കുറവുണ്ടാകാതിരിക്കാനും കടബാധ്യതകൾ തീർക്കാനും ചെയ്യുന്ന ബിസിനസ്സിൽ ലാഭം ലഭിക്കാനും ഈ ചെറിയ കാര്യം തീർച്ചയായും ചെയ്യുക. മാമ്പഴത്തെ സ്പർശിക്കുന്നതിലൂടെ ലക്ഷ്മിദേവിയുടെ അനുഗ്രഹം നിങ്ങളുടെ മേൽ മഴ പോലെ വർഷിക്കും. നിങ്ങൾ വേണ്ടെന്ന് പറഞ്ഞാലും പണം നിങ്ങളെ തേടിയെത്തും. പുതുവർഷത്തിൽ പണം മാത്രം എന്ന നിലയിലേക്ക് നിങ്ങളുടെ അവസ്ഥ മാറും. നിങ്ങൾ തൊടുന്നതെല്ലാം സ്വർണമായി മാറും. അതിനാൽ നിങ്ങൾ ജനുവരി 1-ാം തീയതി രാവിലെ ഉണരുക. ശുചിയായി തലസ്നാനം ചെയ്ത് കഴുകിയ ശുദ്ധമായ വസ്ത്രങ്ങൾ ധരിക്കുക. കറുത്ത വസ്ത്രങ്ങൾ ധരിക്കരുത്. അതിനുശേഷം നിങ്ങളുടെ വീട്ടിലെ പൂജാമുറിയിൽ ദീപം കൊളുത്തി സങ്കല്പം പറയുക. അതിനുശേഷം ഒരു ചെമ്പ് പാത്രത്തിലോ ഓട്ടുപാത്രത്തിലോ ശുദ്ധമായ വെള്ളം എടുക്കുക. അതിൽ ഒരു നുള്ള മഞ്ഞളും കുങ്കുമവും ചേർക്കുക. ഇപ്പോൾ ആ വെള്ളം എടുത്ത് നിങ്ങളുടെ വീടിനടുത്തുള്ള ഏതെങ്കിലും മാമ്പഴത്തിന്റെ അടുത്ത് പോകുക. അത് നിങ്ങളുടെ പറമ്പിലായാലും ക്ഷേത്രത്തിലായാലും അല്ലെങ്കിൽ റോഡരികിലായാലും. മരത്തിന്റെ പ്രായം പ്രശ്നമല്ല, മാമ്പഴം ആയാൽ മതി. മരത്തിനടുത്ത് പോയ ശേഷം ആദ്യം ചെരുപ്പുകൾ അഴിച്ചുവെച്ച് ആ മരത്തിന്റെ ചുവട്ടിൽ നിങ്ങൾ കൊണ്ടുവന്ന വെള്ളം ഭക്തിയോടെ ഒഴിക്കുക. വെള്ളം ഒഴിക്കുമ്പോൾ മനസ്സിൽ ലക്ഷ്മിദേവിയെ സ്മരിക്കുക. അതിനുശേഷം 2 കൈകളും കൂപ്പി ആ വൃക്ഷരാജ്യത്തിന് സാഷ്ടാംഗ നമസ്കാരമോ സാധാരണ നമസ്കാരമോ ചെയ്യുക. ഓ മാമ്പഴമേ, നീ സാക്ഷാൽ ദേവതാ സ്വരൂപമാണ്. എനിക്കുള്ള സാമ്പത്തിക കഷ്ടപ്പാടുകളെല്ലാം മാറണം. പുതുവർഷം എനിക്ക് അഖണ്ഡ ഐശ്വര്യവും ആനന്ദവും നൽകണം എന്ന് മനസ്സുരുകി പ്രാർത്ഥിക്കുക. ഇപ്പോൾ നിങ്ങളുടെ വലത് കൈകൊണ്ട് ആ മാമ്പഴത്തെ 11 തവണ സ്പർശിക്കണം. ഇത് വളരെ പ്രധാനമാണ്. 11 എന്നത് വളരെ ശാലിയായ സംഖ്യയാണ്. ചിലപ്പോൾ മരത്തിൽ തൊടുമ്പോൾ ഓം ശ്രീ മഹാലക്ഷ്മിയെ നമ എന്ന മന്ത്രമോ അല്ലെങ്കിൽ ഓം നമോ നാരായണായ എന്ന മന്ത്രമോ അല്ലെങ്കിൽ ജയ് ശ്രീരാം എന്നോ ജപിക്കുക.
ഇങ്ങനെ 11 തവണ ആ മരത്തിൽ തൊടുന്നത് വഴി ആ മരത്തിലുള്ള അത്ഭുതകരമായ പ്രാണശക്തിയും ദൈവിക ശക്തിയും നിങ്ങളുടെ കൈകളിലൂടെ നിങ്ങളുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കും. നിങ്ങളിലുള്ള ദുർഭാഗ്യം ഒഴിഞ്ഞുപോയി ഭാഗ്യം പ്രവേശിക്കും. ഇങ്ങനെ 11 തവണ തൊട്ട ശേഷം ഉടൻ തന്നെ തിരികെ വീട്ടിലേക്ക് പോകരുത്. ആ മാവിൻ ചുവട്ടിൽ അതിന്റെ തണലിൽ കുറഞ്ഞത് 5 മുതൽ 10 മിനിറ്റ് വരെ ശാന്തമായി ഇരിക്കുക. കണ്ണുകൾ അടച്ച് മൗനമായി ധ്യാനിക്കുക. മാവിൽ നിന്ന് വരുന്ന കാറ്റിൽ ഔഷധ ഗുണങ്ങൾ ഉണ്ട്. അതുപോലെ ആത്മീയ തരംഗങ്ങളും ഉണ്ട്. അവ നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും ശുദ്ധീകരിക്കും. നിങ്ങളിലെ ആശങ്ക, ഭയം, സമ്മർദ്ദം എല്ലാം ഇല്ലാതാകും. പുതിയ വർഷം വരുന്നു. അതിനുശേഷം മെല്ലെ എഴുന്നേറ്റ് തിരിഞ്ഞു നോക്കാതെ വീട്ടിലേക്ക് വരിക. ഇങ്ങനെ നിങ്ങൾ ജനുവരി 1 തീയതി ചെയ്താൽ ഇനി വരാനിരിക്കുന്ന വർഷത്തിൽ നിങ്ങളെ തടയാൻ ആരും ഉണ്ടാകില്ല. ധനലക്ഷ്മി നിങ്ങളുടെ വീട്ടിൽ താണ്ഡവം ചെയ്യും. കഷ്ടപ്പാടുകളും കണ്ണീരും നിങ്ങളുടെ അടുത്തേക്ക് ഒരിക്കലും വരില്ല. അത്രയും ശക്തിയുള്ള വൃക്ഷമാണ് മാവ്. അതുകൊണ്ട് എല്ലാവരും ജനുവരി 1 ഈ വൃക്ഷത്തിൽ സ്പർശിച്ച് നല്ല ഫലങ്ങൾ നേടി സന്തോഷത്തോടെ ജീവിക്കുക.